മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA റിമാൻഡിൽ. രാഹുലിനെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചു. കോടതിക്ക് മുന്നിൽ യുവമോർച്ച രാഹുലിനെതിരെ പ്രതിഷേധിച്ചു. രാഹുൽ ഉണ്ടായിരുന്ന വാഹനത്തിന് നേരെ ചീമുട്ടയെറിഞ്ഞു. ഷിജോ കുര്യൻ വിവരങ്ങളുമായി. ഷിജോ, ഇതിപ്പോൾ 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ ചില വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. കാര്യങ്ങൾ കൂടുതലായി വിട്ട് പറയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. ഫോണിൽ ഉണ്ടായിരുന്നതൊക്കെ ലാപ്ടോപ്പിലേക്ക് പകർത്തിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ലാപ്ടോപ്പ് എവിടെയാണ് എന്നുള്ളത് പറയുന്നില്ല. അത് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന് തെളിവെടുപ്പ്, അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? കൂടുതൽ തെളിവെടുപ്പിലേക്ക് പോകേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം SITക്കുണ്ടോ? തിരുവല്ലയിൽ തെളിവെടുപ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ മറ്റ് തെളിവെടുപ്പിനെ കുറിച്ച്, പാലക്കാട്ടെ തെളിവെടുപ്പ് വേണോ വേണ്ടയോ എന്നൊക്കെയുള്ളതിൽ എങ്ങനെയാണ് ഇപ്പോൾ SITയുടെ നിലപാട്? നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണല്ലോ. അനുജ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ 3 ദിവസത്തേക്കാണ് കഴിഞ്ഞ ദിവസം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. ഈ 3 ദിവസവും വളരെ നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും SIT രാഹുലിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ ഒരു തരത്തിലും ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കാത്ത നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുമ്പോഴും എല്ലാം അഭിഭാഷകൻ പറയുമെന്നുള്ള മറുപടി മാത്രമാണ് പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് രാഹുലിന്റെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ ഡിവൈസുകളിൽ നിന്ന് SITക്ക് ശേഖരിക്കാൻ കഴിയാവുന്ന വിവരങ്ങൾ SIT ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം ഇല്ലാതെ തന്നെ അടൂരിലുള്ള വീട്ടിൽ SIT എത്തി അവിടുന്ന് ഈ ലാപ്ടോപ്പിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് എന്തൊക്കെയാണ് കണ്ടെടുത്തത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ SIT ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും SITക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുലിനെ കുരുക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള ചില ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനിയിപ്പോൾ സാഹചര്യ തെളിവുകളാണ്. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് കഴിഞ്ഞ ദിവസം പുലർച്ചെ തിരുവല്ലയിലെ ഹോട്ടലിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഹോട്ടലിലെത്തിയ കാര്യവും മുറിയും ഒക്കെ രാഹുൽ സമ്മതിക്കുകയും അത് തിരിച്ചറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. യുവതിയുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നതെന്നുള്ള കാര്യം പറഞ്ഞതൊഴിച്ചാൽ മറ്റ് കാര്യങ്ങളൊന്നും രാഹുൽ വിട്ടു പറയുകയും ചെയ്തിട്ടില്ല. എന്തായാലും ഇന്നിപ്പോൾ ഈ കസ്റ്റഡി കാലാവധി കഴിയുന്ന മുറയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ AR ക്യാമ്പിൽ നിന്ന് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി തിരുവല്ല പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. വൈദ്യപരിശോധന പൂർത്തിയാക്കി വീണ്ടും നേരെ AR ക്യാമ്പിലേക്ക് പോയി. AR ക്യാമ്പിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പത്തനംതിട്ട മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്കാണ് കൊണ്ടുവന്നത്. അവിടെ കൊണ്ടുവന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷയുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. അതിന് പിന്നാലെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ മജിസ്ട്രേറ്റ് അഞ്ജലി ഈ പറയുന്ന വീണ്ടും റിമാൻഡിലേക്ക് തന്നെ വിടുന്നു. രാഹുൽ ഇപ്പോൾ നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലാണുള്ളത്. ഈ മാസം 24 വരെയാണ് രാഹുലിന്റെ റിമാൻഡ് കാലാവധി. ഇനി ഇതിനിടയിൽ നാളെ ഉച്ചയ്ക്ക് 11 മണിയോടുകൂടി രാഹുലിന്റെ ജാമ്യ ഹർജി തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും രാഹുലിന്റെ ജാമ്യത്തിനകത്ത് പ്രതിഭാഗം ഉന്നയിക്കുന്നത് രാഹുൽ അല്ല മുറിയെടുത്തത്, യുവതി പറഞ്ഞിട്ടാണ് രാഹുൽ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ അതിജീവിതയാണ് ഇതിനകത്ത് ആദ്യം മുറിയെടുത്തത് നടക്കുന്ന കാര്യങ്ങൾ പ്രതിഭാഗം കോടതിയിൽ വാദിക്കും. അതിനപ്പുറത്തേക്ക് അതിജീവിത പരാതിയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കള്ളമാണ് എന്നുള്ള ആരോപണം കൂടി സ്വാഭാവികമായിട്ടും പ്രതിഭാഗം കോടതിയിൽ ഉന്നയിക്കും. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ നാളെ കോടതി നടപടി എന്താകും എന്നുള്ളതിനകത്ത് ആകാംക്ഷ. എന്തായാലും നേരത്തെ അനുജ ചോദിച്ചതുപോലെ പാലക്കാട്ടേക്ക് എത്തി തെളിവെടുപ്പ് നടത്തുമോ എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും ശേഖരിക്കാൻ കഴിയാവുന്ന തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. നാളെ സ്വാഭാവികമായിട്ടും ജാമ്യാപേക്ഷ കോടതിയിൽ വരുമ്പോൾ അതിനെ എതിർക്കുക എന്നുള്ള നിലപാടായിരിക്കും പ്രോസിക്യൂഷൻ സ്വീകരിക്കുക. അതിനുശേഷം കൂടുതൽ തെളിവെടുപ്പ് ആവശ്യമുണ്ട് എന്ന് കോടതി അറിയിക്കും. അങ്ങനെ വിവിധ ഇടങ്ങളിൽ എത്തിക്കാനുണ്ടെന്ന് പറയും. പാലക്കാടക്കമുള്ള ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്താനുണ്ട് എന്നുള്ള നിലപാടിൽ ഇപ്പോഴും SITക്കുണ്ട്. അപ്പോൾ അവിടേക്ക് പോകേണ്ട സാഹചര്യം, സമയം, അതിന് ഇനിയും സമയം വേണ്ടതാണ്. കസ്റ്റഡി കാലാവധി 3 ദിവസമായതുകൊണ്ട് മാത്രമാണ് പാലക്കാട്ടേക്ക് പോകാതിരുന്നത്. നാളെ സ്വാഭാവികമായിട്ടും കോടതിയിലെത്തുമ്പോൾ കൂടുതൽ സമയം പ്രോസിക്യൂഷൻ നീട്ടി ചോദിക്കുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രാഹുലിന്റെ ഉറ്റ സുഹൃത്ത് ഫെനി നൈനാൻ അതിജീവിതയുമായിട്ടുള്ള ചാറ്റ് വിവരങ്ങൾ പുറത്തുവിട്ടതാണ്. അതടക്കമുള്ള വിവരങ്ങൾ SITക്ക് എതിരായിട്ട് പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതടക്കമുള്ള കാര്യങ്ങൾ കൂടി നാളെ ഒരുപക്ഷെ കോടതിയുടെ ഭാഗമായിട്ട് കോടതിയിൽ ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ പ്രതിഭാഗം ഉയർത്തിക്കാട്ടാനുള്ള സാധ്യതയുമുണ്ട്. അനുജ, അതാണ്. അപ്പോൾ നാളെ എന്താണ് കോടതി കൈക്കൊള്ളാൻ പോകുന്ന തീരുമാനം എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചും നിർണായകമാകും. ഇത് കെട്ടിച്ചമച്ച കേസ് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.